യുവാക്കളുടെ ഹരങ്ങളായ 3 ആർട്ടിസ്റ്റുകൾ എത്തിയാണ്. ഇതിൽ ആരെയും വിളിക്കാൻ സംസാരിക്കാൻ ഓക്കെ. ഞാൻ നമ്മുടെ അർജുനേന്ദ്രൻ ആദ്യം വിളിക്കുകയാണ്. ഹലോ ഇവിടുന്ന് കൂടെയാണെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. സൗണ്ടൊക്കെ ഉണ്ട്. പൊളിയല്ലേ? ഹാപ്പി അല്ലേ? അടിപൊളി. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് മാഗസിൻ പ്രദർശനത്തിലേക്ക് വരാൻ പറ്റിയത്. പിന്നെ വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? സിംഗിൾസ് എത്ര പേരുണ്ട്? മറ്റേ മഴ പെയ്യണ പോലെ ഉണ്ട്. 14-ാം തീയതി ഒരു പടം ഇറങ്ങുന്നുണ്ട്, ബ്രോമാൻസ്. ഒരുപാട് അല്ല, 3 പടം ഇറങ്ങുന്നുണ്ട്. ഭയങ്കര ബ്രൊമാൻസും താടി. അപ്പൊ ഞങ്ങള് ബ്രൊമാൻസിന്റെ ഭാഗമായിട്ട് വന്നേക്കാണ്. സൈലൻസ്. അല്ല, എന്നെ അർജുൻ സാറിനൊക്കെ വിളിച്ചല്ലോ. ഓ അപ്പൊ 14-ാം തീയതി തൊട്ട് റൊമാൻസ് റിലീസാണ്. അപ്പൊ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കോളേജും ആദ്യമായിട്ട് ഒരു വുമൻസ് കോളേജിലൊക്കെ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ടായിരുന്നു നടക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ വളരെയധികം സന്തോഷം. ഭയങ്കര എനർജിയാണ് നിങ്ങൾ എല്ലാവരും. പൊളിയാണ്. ഗേൾ പവർ ഇസ് പൊളി പവർ, ടു ബി ഫ്രാങ്ക്. അപ്പൊ വളരെയധികം സന്തോഷം. മറക്കണ്ട, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ പരിപാടിയൊക്കെ ഉണ്ടാവും അറിയാം. പക്ഷെ എന്നാലും ചിരി നോക്കി നാളൊക്കെ അപ്പൊ മറക്കാണ്ട് കാണണം. ഞങ്ങൾ വളരെയധികം സന്തോഷവും എക്സൈറ്റഡ് ആണ് നിങ്ങൾ ആ പടം കാണിക്കാൻ. ട്രെയിലർ കണ്ടാണ് എല്ലാവരും? ഇഷ്ടമായോ? പാട്ട് കണ്ടാണോ? ഞങ്ങളുടെ ഡാൻസ് കണ്ടായിരുന്നോ? അല്ല, ഇഷ്ടമായോ? അപ്പൊ മറക്കണ്ട, ഫെബ്രുവരി 14 പ്ലീസ് ഡു വാച്ച് റൊമാൻസ് ആൻഡ് എല്ലാ അതർ പടങ്ങളും. ഓക്കെ? എന്താണ് മാത്യു ഷൂട്ട്? അവന്റെ വീഡിയോ കോളൊക്കെ നോക്കിയണം. കഴിഞ്ഞ 2 പരിപാടിക്ക് ആ വീഡിയോ കോളാണ് വന്നത്. മാക്സിമം കിട്ടുമെന്ന് നോക്കാം. അപ്പൊ അടുത്ത ആരും സംസാരിക്കണം? മഹിമാൻ നമ്പ്യാർ. പോയി. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഇത്രയും മീഡിയക്കാര്. അപ്പൊ ഞാൻ അർജുനോട് ചോദിച്ചു, ഇത്രയും ദിവസം നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ട് ഇത്രയും മീഡിയക്കാരെ കണ്ടില്ലല്ലോ, പിന്നെ അർജുൻ പറഞ്ഞത് വുമൻസ് കോളേജാണെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പ്രൊമോഷനൊക്കെ ചെയ്ത് ആകെപ്പാടെ ടയേർഡായി, ഇന്നും ഒരു എനർജി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ എനർജി അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇത്രയും എനർജി വരുന്നതിന്. അപ്പം ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 14 ഞങ്ങളുടെ സിനിമ ബ്രോമാൻസ് റിലീസ് ആവുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിച്ച സിനിമയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ് ബ്രോമാൻസ്. ഫെബ്രുവരി 14 അർജുൻ പറഞ്ഞ പോലെ പലർക്കും പല പ്ലാൻസും ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സിനിമയും കാണണം. ഫെബ്രുവരി 14 കാണാൻ പറ്റാത്തവർ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. Once again, thank you so much. Thank you so much for having us here. Thank you. ഹലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാനുള്ളൊരു എനർജി ഇല്ല. എന്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് ഇവര് എന്നെ ട്രോളി പറയുന്ന സാധനം. ഞാൻ എല്ലാ കോളേജിലും ചെന്ന് ഞാൻ മക്കളെ എന്ന് വിളിക്കാറുണ്ടെന്നുള്ളു. വേറൊന്നല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ടേ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ദുബായിൽ ഞങ്ങൾ പ്രൊമോഷനൊക്കെ ഇതുപോലെ അവിടെ പോയി പ്രൊമോഷനൊക്കെ ചെയ്ത് വന്നുള്ളൂ. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ വരാൻ വേണ്ടി പ്രൊമോഷൻ ടീം വിളിച്ചപ്പോ ഇങ്ങനെ പ്രാഗിയാ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഹാപ്പി
വിസിറ്റാണ്. അവളുടെ ക്ഷണം പറഞ്ഞ പോലെ ചെന്നാണൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഓടി നടന്ന് പടം പ്രൊമോട്ട് ചെയ്യണതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഞങ്ങള് സ്റ്റേജിൽ കാണിക്കുന്ന ഈ എനർജി നിങ്ങൾക്ക് തിയേറ്ററിലും കാണാൻ പറ്റും. ട്രെയിലറിൽ നിങ്ങൾ കണ്ട എനർജിയുടെ കുറച്ച് മുകളിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് ഉള്ള കപ്പിൾസ് ആയിട്ടുള്ളവർക്കും സിംഗിൾസ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ പടം 14-ാം തന്നെ പോയി തിയേറ്ററിൽ കാണാം. അപ്പൊ എല്ലാരും കാണില്ലേ? പിന്നെ ഒന്നുമില്ല, കാണണമെന്നില്ല. ഇത് ഞങ്ങൾ എവിടെ ചെന്നാലും പറയാറ് കാണില്ലേ? ഒന്നും കൂടി ഒന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ ഫോണൊക്കെ മാത്യുവിന് വിളിക്കണോ? അവനറിയണ്ട ഇതൊക്കെ കേൾക്കോളെ പറ്റിയിട്ടുള്ളൂ. വിളിക്കാട്ടാ മാത്യുവിന് ഉടനെ വന്നു വന്നു വന്നു. വുമൻസ് കോളേജാണ്. ഈ ഒരു നഷ്ടബോധം ഞാൻ ഇവനിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാണണേ. അപ്പൊ പൊളിക്കല്ലേ? അടിപൊളി. അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തതിനും ഞങ്ങൾക്ക് ഇത്രയും വലിയ എനർജി ഉള്ള ഒരു വെൽക്കം തന്നതിനൊക്കെ. ഇത് ഞങ്ങൾക്ക് ഇനി കാണേണ്ടത് ആലുവയിൽ എവിടെയാണ് പടം എന്നറിയില്ല. നിങ്ങൾ അവിടെ തന്നെ പോയി കാണില്ലേ? സീനത്തിൽ തന്നെ പോയി കണ്ട് പൊളിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ഇന്ററാക്ഷൻ സെഷൻ ആണ്. സോ ആർക്കൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്? ഹണീബി ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് സീക്രട്സ് ഒന്ന് പറഞ്ഞുതരാമോ? എല്ലാ ഇന്റർവ്യൂവിലും ഈ ചോദ്യത്തിൽ ഞാൻ തന്നെയാണ് ഉത്തരം പറയാറ്. അതെന്താന്ന് വെച്ചാൽ ഞാനായി കണ്ടുപിടിച്ചൊരു ഉത്തരമാണ്. അത് ഞങ്ങളുടെ ഡയറക്ടർ ABJക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ആര് ചോദിച്ചാൽ ഇത് പറഞ്ഞു. സംഭവം എന്താന്ന് വെച്ചാൽ തേനീച്ചയ്ക്ക് 2 മുഖങ്ങളുണ്ട്. അതായത് തേനീച്ച സ്വീറ്റും ആണ്, കാരണം ഹണി കിട്ടുമല്ലോ, അപ്പൊ സ്വീറ്റും ആണ്. അതുപോലെ അത് വേറെ വർത്താനായി. അതേപോലെ തന്നെ തേനീച്ച കുത്തിയാൽ നമുക്ക് വേദനിക്കും. അപ്പൊ അവിടെ സ്വീറ്റ്നെസ്സും ഉണ്ട്, പെയിനും ഉണ്ട്. അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും 2 വശങ്ങളുണ്ട്. ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു എക്സ്ട്രീം സൈഡും ഉണ്ട്. അതാണ് സിംബോളിക്കലി ABJ ഈ ഹണിബി വെച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പടത്തിൽ ഒരു മേജർ പരിപാടി ഉണ്ട്. അത് പടം കാണുമ്പോൾ ലാസ്റ്റ് സംഭവം അത് പടം കാണണം എന്നാലേ മനസ്സിലാവണം. അതുകൊണ്ടാണ് പറഞ്ഞ ആ സുഖം പോയി പോകുന്നത്. ഈ സുഖം
എല്ലായിടത്തും നമ്മൾ കണ്ട ഇതാണ് ചേച്ചി കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്നത്. So, നമുക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോയാലും ഇപ്പൊ ഇതാ പറയണ. February 14th ഞങ്ങളെ സിനിമ റിലീസ് ആകുന്നുണ്ടാകും റൊമാൻസ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ആക്കണം. February 14th കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ February 15th കണ്ടാലും ആവും. താങ്ക് യു. ഞങ്ങള് പറയാം കാസർഗോഡ് ഭാഷയിൽ. അടുത്തതായി ക്വസ്റ്റ്യൻ ചോദിക്കാൻ അഖിത ഫ്രണ്ടിലോട്ട് വരും. സംഗീതം ഉണ്ടെന്ന് ഞാൻ സംഗീതം ഇട്ടാന്ന് തന്നെ വിളിച്ചോട്ടെ. മാത്യു അങ്ങനെ വിളിക്കാൻ സംഗീതേട്ടാ ഒരു സംഗീതേട്ടാ, അപ്പോ ആസ് എൻ എഡിറ്ററും ആക്ടറും ആണ്. അപ്പോ ഏത് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത് ഏത് പ്രൊഫഷനിലാണ്? നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ ഇഷ്ടം? എഡിറ്റിംഗ് ആണോ ആക്ടിംഗ് ആണോ? രണ്ടിലും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തൊരു പടം പറയും. കുഴപ്പമില്ല. സ്റ്റേറ്റ് അവിടെ കിട്ടി പിന്നെ ചോദിച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ. അല്ല, എനിക്ക് നിങ്ങളെ പോലുള്ളവരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ്. എഡിറ്റ് ചെയ്തിട്ടൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേറ്റ് അവിടെ ഉണ്ട്. എന്നിട്ടും എഡിറ്റ് ചെയ്ത പടം എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പടം എനിക്ക് പേഴ്സണലി രണ്ടിനോടും സെയിം ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പം എഡിറ്റിംഗ് ആണ്. അഭിനയം ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച്. താങ്ക് യു. അടുത്തതായി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരെങ്കിലുണ്ടോ? അപ്പൊ എനിക്ക് മൂന്നുപേരോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ആക്ടറിങ് അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് പ്രൊഫഷനായിരിക്കും ചൂസ് ചെയ്യാൻ വഴി? ആക്ടിങ് അല്ലാതെങ്കിൽ സിനിമ തന്നെ നടക്കുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറാന്നുള്ള പ്ലാനായിരുന്നു പറവേല്. അവിടെ നിന്നാണ് പറവേല് ഒരു ചാൻസ് കിട്ടി. പിന്നെ അവിടുന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എ ഡി അല്ലെങ്കിൽ DOP സിനിമാറ്റോഗ്രഫി സൈഡൊക്കെ ഇഷ്ടമായിരുന്നു. സിനിമ തന്നെ പറ്റുള്ളൂ. വേറെ പണിക്ക് വരെ പഠിത്തമൊന്നും ഇല്ല. നടക്കൂല. സംഗീതം സയന്റിസ്റ്റ് എഡിറ്റിംഗ് തന്നെ ഉണ്ടല്ലോ. പഠിപ്പിയായിരുന്നോ? പത്തെങ്ങനെയോ പാസ്സായി. +2 കഷ്ടപ്പെട്ട് പാസ്സായി. സയന്റിസ്റ്റ് ഞാനൊരു ആഗ്രഹം പറഞ്ഞോ. അത് പ്ലാൻ ചോട്ടാ മുമ്പേ സെൻസ്. ഞാൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയത്. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിൽ വന്നത്. അപ്പം സിനിമ വേണോ ഇത് വേണോ എന്നുള്ള ചോയ്സിൽ അവസാനം സിനിമ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ. താങ്ക് യു. ഇവിടെ എല്ലാവരും പോകുന്നത് നല്ലൊരു പ്ലാനാണ്. പിന്നെ വായ
ഹായ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് AI യൂസ് ചെയ്തിട്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിലേക്ക് ഇടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മായാവിയുടെ ഇതില്. ഈ മോണിറ്റർ സ്പീക്കറിന്റെ വോളിയം കുറച്ച് കൂട്ടത്തിലും ഇത് കേൾക്കുള്ള അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് തരാണെങ്കിൽ നിങ്ങൾ ഏത് ക്യാരക്ടർ ആയിരിക്കും ചൂസ് ചെയ്യാ? ഞാനാ മൂന്നുപേരും. ഞാൻ കുട്ടി അത് പോണം. ഞാൻ ഒന്നാമത് പ്രമേയത്തിന് ചാത്തനെ പറഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ ചാത്തനെ ദിസ് ഇസ് ലുട്ടാപ്പി. അല്ല രാജ മാത്യു. ശ്യാമില അതല്ലേ രാജു എന്ന് പറഞ്ഞ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓ ഇപ്പൊ റൊമാൻസ് എന്നുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് കേട്ടപ്പോ ഫസ്റ്റ് മൈൻഡിൽ നമ്മൾ തോട്ട് എന്താണ്? റൊമാൻസ് ടൈറ്റിൽ ഈ സബ്ജക്റ്റിന് ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ പടത്തിന്റെ ടൈറ്റിൽ ബ്രോ എന്നായിരുന്നു. എന്തോ ഒരു സുഖം തോന്നിയിരുന്നു. അത് ഒന്ന് രണ്ട് ടൈറ്റിൽസ് ആണ്. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഷൂട്ടൊക്കെ തുടങ്ങുന്നതിനും അനൗൺസ്മെന്റിന്റെ സമയത്തും എന്തോ ആണ് പറയുന്നത് പടം റൊമാൻസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രേമലു കഴിഞ്ഞിട്ട് എന്റെയും മിസ്സിലിന്റെയും പരിപാടിയിൽ റൊമാൻസ് കുറെ പോസ്റ്റുകളൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അടിപൊളിയാണ് കേട്ടോ. നല്ല കൂടെ താങ്ക് യു. ഇനി നമ്മുടെ സെവേറിയൻസിന്റെ കലാ കായികപരമായ കഴിവുകൾ കാണണ്ടേ? സെവേറിയൻസിന്റെ കാണണ്ടേ? പിന്നെ സോ നമ്മളെല്ലാരും നമ്മുടെ കുറച്ച് തേർഡ് ഇയർ ചേച്ചിമാർ വരുന്നുണ്ട് ഡാൻസുമായിട്ട്. സോ ലെറ്റ്സ് വെൽക്കം ദം. കളിച്ചോ. അതെന്താ അവിടെ താഴ്ത്തിരിക്കണം. സൈഡിൽ നിന്നാ മതിയോ? കസേര എടുത്ത് പോവാ. ഇങ്ങനെ
മൈക്കിലൊക്കെ ടെൻഷനായിട്ട് ഇന്നോ പൊളിയായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ലോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഡാർക്കൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടാണ് വള്ളകില്ല കുഞ്ഞോളെ ചിരികൊഴി. മണിച്ചേട്ടൻ കുറച്ച് പവർ വന്ന പരിപാടി. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി പാട്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കലാകായിക പവർ കാണിക്കോ? നിങ്ങളുടെ കലാകായിക പവർ കാണിക്കോ? നമ്മൾ ഡാൻസ് കളിക്കില്ല, ഞങ്ങൾ എവിടെ പോയാലും ഡാൻസ് കളിച്ചിട്ട് പോകും. പക്ഷെ ഈ സ്പീക്കർ കൊള്ളോണെങ്കിൽ ഡാൻസ് നിർത്തോണ്ടോ? ചേട്ടന് കുറ്റപ്പെടുത്തില്ല, ഒരു മൂടുണ്ടാവില്ല കളിക്കാൻ. മനസ്സിലായി, വോൾട്ടേജ് ഇഷ്യൂ അല്ലേ അറിയാം. അപ്പൊ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം പാട്ട് നിൽക്കുന്നത്. പോരെ അറിയില്ല ഡാൻസ് എന്നാ പ്ലേ ചെയ്യാം. എല്ലാരും കളിക്കണം. ഇത് മറ്റേ ആരും കളിക്കണില്ല, കൈയടിക്കണില്ല. ആ ഈ പാട്ട് വേണ്ടല്ലോ, വേറെ പാട്ട് വേറെ പാട്ട് വെച്ചാൽ അപ്പൊ ഇത് കൂടി കഴിഞ്ഞാൽ ഞങ്ങള് ഇറങ്ങാണ്. എല്ലാവരും വാലന്റൈൻസ് ഡേ 14th റൊമാൻസ് തിയേറ്ററിൽ പോയി കാണണം. അതിനുശേഷം ഫ്രീ ആകുമ്പോഴേക്ക് പോയി കാണണം. മറക്കരുത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. അപ്പോൾ ഹോപ്പ് എല്ലാവരും എൻജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.